കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. മെസ്സേജിലെ മാറ്റർ ഇതായിരുന്നു: നിങ്ങളുടെ വാഹനം സ്പീഡ് ലിമിറ്റ് കടന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളൊരു ഫൈൻ അടയ്ക്കണം, താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനാണ് മാറ്റർ. അപ്പോൾ ഇവൻ പെട്ടെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു. ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓൾറെഡി സ്പീഡ് ലിമിറ്റ് കടന്നായിരുന്നു. അപ്പോൾ അവൻ എപ്പോഴാണ് ഫൈൻ വരുന്നതെന്ന് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോൾ പെട്ടെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു വെബ്സൈറ്റിലോട്ട് പോയി. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇന്ന പോലെ ഒരു APK ഫയൽ, ഇത് എംപരിവാഹൻ്റെ ആപ്പാണ്, ഇത് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവന് ഡൗട്ട് അടിച്ച് ഇവൻ പെട്ടെന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ പണി പാളി. കാരണം ഫോൺ ഹാങ് ആയി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആകെപ്പാടെ കുഴപ്പമായി. പെട്ടെന്ന് പേടിച്ചിട്ട് ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് നേരെ ATM പോയി. പണി പാളിയെന്ന് മനസ്സിലായി. ATM ചെന്ന് അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് മൊത്തം വിഡ്രോ ചെയ്ത്. അതിന് ശേഷം മറ്റൊരു ഫോണിൽ നിന്ന് സൈബർ സെല്ലിനെ വിളിച്ചിട്ട് സാറേ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഫോൺ റീസ്റ്റോർ ചെയ്തോ, വേറെ മാർഗ്ഗമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പെട്ടെന്ന് ഫോൺ റീസ്റ്റോർ ചെയ്ത് അതിനുശേഷം ഇവരോട് ചോദിച്ചു, സാറേ അതെങ്ങനെയാണ് ആ മെസ്സേജ് എനിക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ മിക്കവാറും സോഷ്യൽ മീഡിയ വഴി പരതലാണ് ഇവന്മാരുടെ പരിപാടി, ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് വണ്ടി നമ്പരും അതും ഇതുമൊക്കെ വെച്ചിട്ട് ഒരു 10 പേരെ വിളിക്കും. 10 പേരിൽ ഒരാളെങ്കിലും കയറി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ? നിങ്ങളിപ്പം ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ബാക്ക് അടിച്ചു, നിങ്ങളുടെ ഫോൺ ഹാങ് ആയി, അവിടെ വരെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ അടപടല നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ആക്കി പോകും. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം എടുക്കും. നിങ്ങളുടെ പേരിൽ ലോൺ വരെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ലിങ്കോ മറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ ക്ലിക്ക് ചെയ്യില്ലേ. ഇതുപോലെ തന്നെ വാട്സപ്പ് വഴി മിക്കവാറും വരാറുള്ള, അതായത് ഇന്നപോലെ സുകുമാരൻ അമ്മാവൻ സെൻഡ് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇങ്ങോട്ട് വരും. ആരെങ്കിലും പിടിച്ച് ഒരു ഞെക്കി കഴിയുമ്പോഴത്തേക്ക് നേരെ ഏതാ സൈറ്റിലോട്ട് അവിടെ കുറേ പടക്കം പൊട്ടുന്ന എഫക്റ്റും ഒക്കെ വന്നിട്ട് ഹാപ്പി ഓണം അല്ലെ ഹാപ്പി ദിവാലി എന്ന് പറഞ്ഞ് വരും. സന്തോഷമായി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം? എന്തിനീ അനാവശ്യമായിട്ട് ലിങ്കെല്ലാം ക്ലിക്ക് ചെയ്യുന്നത്? അതുപോലെ തന്നെ വേറെ സംഭവമുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഫ്രീ റീചാർജ്, ജിയോ ഫ്രീ 2 GB ഫ്രീ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഇതേപോലെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നേരെ ഏതോ ഒരു സൈറ്റിലോട്ട് അവിടെ ഒരു ചക്രം കാണും. ആ ചക്രത്തെ പിടിച്ച് ഒരു കറക്കി കഴിയുമ്പോഴത്തേക്ക് സോറി ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഇതൊക്കെ എന്ത് കാര്യത്തിനാണ്? ഇനി ചില ആൾക്കാർക്ക് ചൊറിയാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവൻ്റെ വണ്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടായിരിക്കാം ഇവൻ ഈ മെസ്സേജ് വന്നതെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, പിള്ളേരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലിടും. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ എൻ്റെ കൊച്ചിന് ഇന്ന ചോക്ലേറ്റാണ് ഇഷ്ടം, എൻ്റെ കൊച്ചിന് ഇന്ന കളറിലുള്ള ഡ്രസ്സാണ് ഇഷ്ടം, എൻ്റെ കൊച്ചിന് ഇന്ന പാട്ടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് മൊത്തം വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഓക്കെ, ഭയങ്കര രസമാണ്. നമ്മളെ സാധാരണ ആൾക്കാർ എന്തൊരു ക്യൂട്ട് പാവം കൊച്ച്, നല്ല കുഞ്ഞിന് ആത്രി ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുക, കൊച്ചിന് മറ്റേതാണ് ഇഷ്ടം, മറിച്ചാണ് നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ അത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ കണ്ട് ആ നല്ല കൊച്ച് ഒക്കെ വിട്ട്. അതേസമയം ചില കണ്ണുകളുണ്ട് ആ കൊച്ചിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു സാഹചര്യം ഒത്തു കിട്ടുമ്പോഴത്തേക്ക് ഇവനിത് പ്രയോഗിക്കും. മനസ്സിലായോ? ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മറ്റും മനസ്സിലാകത്തില്ല. ചില ആൾക്കാർ എന്നോട് പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, നിനക്ക് എന്തെൻ്റെ സൂക്കേടാ, ഞങ്ങളുടെ കൊച്ചിൻ്റെ ഫോട്ടോ ഇടുവോ എവറിക്കോ എന്തെങ്കിലും ഫോട്ടോ ഇടല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ കൊച്ചിൻ്റെ കാര്യങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. എന്ത് കാര്യത്തിന്? നിങ്ങൾ മനസ്സിലാക്കുന്നൊന്നും അല്ല ലോകം. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇത് അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റാതിരിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.